ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഒരു പബ്ലിക് നോട്ടീസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരീക്ഷ ഏതൊക്കെ വിഷയങ്ങൾ എപ്പോഴൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ നിന്നും പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ജൂൺ 18 തന്നെയാണ് നമ്മുടെ പരീക്ഷ വരുന്നത്. ഡേറ്റിൽ മാറ്റമൊന്നുമില്ല. നമുക്കിനി പരീക്ഷയിലേക്ക് കറക്റ്റ് 17 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ അറിയുക. അപ്പൊ പഠനമൊക്കെ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോവാം. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒരുപാട് പേര് അഡ്മിറ്റ് കാർഡ്, സിറ്റി ഇന്റിമേഷൻ, അഡ്മിറ്റ് കാർഡിനെ കുറിച്ചാണ് ഒത്തിരി പേര് ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ പരീക്ഷ നടക്കുന്ന സിറ്റി വളരെ നേരത്തെ ഇന്ത്യയിൽ നിന്ന് അറിയാൻ സാധിക്കും. അതൊരു 10 ദിവസം മുമ്പൊക്കെ അറിയാൻ സാധിക്കും. അതായത് ഇനി ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമ്മുടെ പരീക്ഷ ഏത് സിറ്റിയിലാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഒരു 5 or 6 ദിവസം മുമ്പാണ് ഓരോ വിഷയത്തിനായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ സിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷ ഏത് സമയത്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ജൂൺ 18 തന്നെയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പരീക്ഷ എന്ന് നടക്കും, എപ്പോൾ നടക്കും എന്നുള്ളതാണ്. എവിടെ നടക്കും എന്നുള്ളതിന് നമുക്ക് വളരെ നേരത്തെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് അഡ്മിറ്റ് കാർഡിന്റെ കാര്യത്തിൽ ഇത്തവണ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അഡ്മിറ്റ് കാർഡിൽ നമ്മുടെ എക്സാമിനേഷൻ സെന്ററിന്റെ അഡ്രസ് മാത്രമാണ് നമുക്ക് അറിയാൻ ഉണ്ടാകുക. ബാക്കി മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ ഒരു നോട്ടീസിൽ അറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എക്സാം എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. നമുക്കറിയാം 2 ഷിഫ്റ്റ് ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ജൂൺ 18 തീയതി ഷിഫ്റ്റ് 1 9:30 മുതൽ 12:30 വരെ ഒരു ഫസ്റ്റ് ഷിഫ്റ്റ്. ഷിഫ്റ്റ് 2 3 മണി മുതൽ 6 മണി വരെയാണ്. അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിൽ നടക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ്? കൊമേഴ്സ് നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിൽ നടക്കുന്നുണ്ട്. സോഷ്യൽ വർക്ക്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മ്യൂസിക്, ഹിന്ദി, അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് കോഡ് 25 ആണ്. സാൻസ്ക്രിറ്റ് കോഡ് 25 മോർണിംഗ് ഷിഫ്റ്റിലാണ്. അതുപോലെ അറബിക്, അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ്, ലോ, പിന്നെ അതുപോലെ തന്നെ പെർഫോമിംഗ് ആർട്സ്, ഡാൻസ്, ഡ്രാമ, ജിയോഗ്രഫി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ, എൻവയോൺമെന്റൽ സയൻസ്. ഇത്രയും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഫസ്റ്റ് ഷിഫ്റ്റിൽ നടക്കുന്നത്. അതായത് 9:30 തുടങ്ങി 12:30 ഈ പറഞ്ഞ വിഷയങ്ങളുടെ എല്ലാം പരീക്ഷ അവസാനിക്കും. ഇനി രണ്ടാമത്തെ ഷിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് എക്കണോമിക്സ്, അതുപോലെ തന്നെ സൈക്കോളജി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എഡ്യൂക്കേഷൻ, ഹോം സയൻസ്, മാനേജ്മെന്റ്, മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം, അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് കോഡ് 73 25 ഫസ്റ്റ് ഷിഫ്റ്റിലും 73 സെക്കൻഡ് ഷിഫ്റ്റിലുമാണ്. യോഗ, ഇത്രയും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നടക്കുന്നത്. അപ്പോ കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഹിന്ദി, അറബിക് ഒക്കെ ഫസ്റ്റ് ഷിഫ്റ്റിലും, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, എഡ്യൂക്കേഷൻ, മലയാളം, മാനേജ്മെന്റ്, ഈ വിഷയങ്ങളൊക്കെ സെക്കൻഡ് ഷിഫ്റ്റിലാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു പബ്ലിക് നോട്ടീസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പൊ 18 തീയതി ഫസ്റ്റ് ഷിഫ്റ്റിൽ 42 സബ്ജക്റ്റുകളുടെ, കൊമേഴ്സ് അടക്കം 42 സബ്ജക്റ്റുകളുടെ പരീക്ഷ നടക്കും. രണ്ടാമത്തെ ഷിഫ്റ്റിൽ 41 സബ്ജക്റ്റുകളുടെ പരീക്ഷ നടക്കും. അതിൽ എക്കണോമിക്സ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മലയാളം വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, മാനേജ്മെന്റ് വരുന്നുണ്ട്. ഇത്രയും സബ്ജക്റ്റുകളുടെ പരീക്ഷയാണ് നടക്കുന്നത്. അപ്പോൾ എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ജൂൺ 18 തന്നെയാണ് നമ്മുടെ പരീക്ഷ. 18 പരീക്ഷ മാറ്റുന്ന വിഷയമില്ല. പലരും ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയോ പരീക്ഷകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പരീക്ഷ മാറ്റാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ. പരീക്ഷ യാതൊരു രീതിയിലും മാറ്റാൻ സാധ്യതയില്ല. എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അഡ്മിറ്റ് കാർഡിന്റെ ചോദിക്കുന്നവരോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അഡ്മിറ്റ് കാർഡിൽ ഇനി നമുക്ക് അറിയാനുള്ളത് പരീക്ഷ സെന്റർ മാത്രമാണ്. സിറ്റി ഇന്റിമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷ നടക്കുന്നത് ഏത് സിറ്റിയിലാണ് അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ അഡ്മിറ്റ് കാർഡിന്റെ കാര്യത്തിൽ നിങ്ങൾ വെറീഡ് ആവേണ്ടതില്ല. കാരണം അഡ്മിറ്റ് കാർഡിൽ ഇനി പരീക്ഷ സെന്റർ എവിടെയാണ് എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിറ്റി ഇന്റിമേഷൻ വരുന്നതോടുകൂടി നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിയും. അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് പരീക്ഷാ ഹാളിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമായിട്ട് മാറുകയാണ്. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞു. സാധാരണഗതിയിൽ ഇങ്ങനെയല്ല. നമുക്ക് അറിയാം ഫസ്റ്റ് ഷിഫ്റ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, സെക്കൻഡ് ഷിഫ്റ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതാണ് എക്സാമിനേഷൻ സെന്റർ, ടൈം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് കാർഡിലാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇത്തവണ മുതൽ സിറ്റി ഇന്റിമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷൻ എവിടെയാണ് നടക്കുന്നത്, ഏത് ഷിഫ്റ്റിലാണ് നടക്കുന്നത്, ഏതാണ് ഡേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അഡ്മിറ്റ് കാർഡിനെ പറ്റി യാതൊരു രീതിയിലും വെറീഡ് ആവേണ്ടതില്ല. അത് നമുക്ക് വരും. അത് വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഒരുപാട് പേര് അതിന്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്.
നമ്മുടെ പരീക്ഷ നടക്കുന്നത് എവിടെയാണെന്നുള്ളത് ഒരു 7 ദിവസം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പബ്ലിക് നോട്ടീസിൽ പ്രധാനമായിട്ടും നമ്മൾ അറിയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ പഠനം വളരെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. നമ്മുടെ പരീക്ഷ കലണ്ടർ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 17 ദിവസങ്ങളെ ഇനി പഠനത്തിലേക്കായിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് കൊണ്ടുപോവുക. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ഷിഫ്റ്റിൽ ഒരു ജനറൽ പേപ്പറും സെക്കൻഡ് ഷിഫ്റ്റിൽ ഒരു ജനറൽ പേപ്പർ, അങ്ങനെ 2 ജനറൽ പേപ്പറിനെ സാധ്യത കാണുന്നുള്ളൂ. ഓരോ വിഷയത്തിനായിട്ട് ഓരോ ജനറൽ പേപ്പർ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ഷിഫ്റ്റിലേക്കായിരിക്കും ഒരു ജനറൽ പേപ്പർ സാധാരണ കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 41 സബ്ജക്റ്റുകൾക്ക് ജനറൽ പേപ്പറും അതുപോലെ തന്നെ 42 സബ്ജക്റ്റുകൾക്ക് ജനറൽ പേപ്പറും ആയിരിക്കും. അപ്പോൾ 2 ജനറൽ പേപ്പറേ നമുക്ക് ഇത്തവണ വരാൻ സാധ്യതയുള്ളൂ. ഇനി പരീക്ഷ കഴിഞ്ഞാൽ മാത്രമേ, നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് OMR മാറുന്നത്. അപ്പോൾ ഇനി പരീക്ഷ കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. പിന്നെ OMR കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ OMR എന്ന് പറയുന്നത് പുതിയൊരു രീതിയൊന്നുമല്ല. നമ്മൾ പല പരീക്ഷകളും അങ്ങനെ എഴുതുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം. എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ അത് ഉപയോഗപ്പെടുത്തേണ്ടത്, എങ്ങനെ ഉത്തരങ്ങൾ എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ പബ്ലിക് നോട്ടീസിൽ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിറ്റ് കാർഡിന്റെ ചോദിക്കുന്നവരോട് പ്രത്യേകമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പരീക്ഷ നടക്കുന്ന എവിടെയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ വേഗത്തിൽ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.